ബീഹാറിൽ വോട്ടെടുപ്പ് പൂർത്തിയായി. ശശി തരൂരിനെതിരെ കോൺഗ്രസിൽ പടയൊരുക്കം. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനൈകം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. മികച്ച പോളിംഗോടെ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായി. 18 ജില്ലകളിലെ 121 മണ്ഡലങ്ങളിലായിരുന്നു വോട്ടെടുപ്പ്. വൈകിട്ട് 5 മണി വരെയുള്ള കണക്ക് പ്രകാരം 60.13% ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നാം ഘട്ടത്തിൽ 3.75 കോടി വോട്ടർമാരായിരുന്നു വിധി എഴുതേണ്ടിയിരുന്നത്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പെങ്കിലും സുരക്ഷാ കാരണങ്ങളാൽ ചില മണ്ഡലങ്ങളിൽ 5 വരെയാണ് വോട്ടെടുപ്പ് നടന്നത്. കോൺഗ്രസിൽ കുടുംബാധിപത്യമാണെന്ന് തുറന്നു പറഞ്ഞ വർക്കിംഗ് കമ്മിറ്റി അംഗം ശശി തരൂർ എംപിക്കെതിരെ കോൺഗ്രസിൽ പടയൊരുക്കം. പൂർവികർ ചെയ്ത ത്യാഗങ്ങളെ വിലമതിക്കാൻ കഴിയാത്തവരാണ് കുടുംബവാഴ്ചയെന്ന് പറഞ്ഞ് കോൺഗ്രസിനെ വിമർശിക്കുന്നതെന്ന് പ്രിയങ്ക ഗാന്ധി എംപി പ്രതികരിച്ചു. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ന്യൂയോർക്ക് മേയർ ജവഹർലാൽ നെഹ്റുവിനെ മറന്നിട്ടില്ല. എന്നാൽ രാജ്യത്തിന്റെ ആദ്യ പ്രധാനമന്ത്രിയായ നെഹ്റുവിനെ അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിൽ അപമാനിക്കുകയാണെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. ശശി തരൂരിനോട് സഹതാപം മാത്രമെന്ന് AICC സംഘടന ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP പറഞ്ഞു. ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും നാടിനായി ജീവൻ നൽകിയവരാണ്. എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് ശശി തരൂരിനോട് ചോദിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. നിയമവിരുദ്ധ ഓൺലൈൻ വാതുവെപ്പ് കേസിൽ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളായ സുരേഷ് റെയ്നയുടെയും ശിഖർ ധവാന്റെയും സ്വത്തുക്കൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടി. ഇരുവരുടെയും 11.14 കോടി രൂപയുടെ സ്വത്തുക്കളാണ് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം പ്രകാരം കണ്ടുകെട്ടിയത്. മദ്യപിച്ചു എന്ന കാരണത്താൽ KSRTC ബസ്സിൽ ആരുടെയും യാത്ര വിലക്കാനാവില്ലെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. എന്നാൽ മദ്യപിച്ചുകൊണ്ട് അഭ്യാസം കാട്ടിയാൽ പിടിവീഴുമെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകി. മദ്യപിച്ച് വണ്ടിയിൽ കയറിയ ശേഷം യാത്രക്കാരെയും ജീവനക്കാരെയും ശല്യം ചെയ്യാൻ അനുവദിക്കില്ല. ഇങ്ങനെ ചെയ്യുന്നവരെ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കാൻ കണ്ടക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം നഗരസഭാ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ KPCCയിൽ പൊട്ടിത്തെറി. കോർ കമ്മിറ്റി ചെയർമാൻ പദവി മണക്കാട് സുരേഷ് രാജിവെച്ചു. നേമം കോർ കമ്മിറ്റി ചെയർമാൻ പദവിയാണ് രാജിവെച്ചത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ KPCC മാനദണ്ഡം ലംഘിച്ചതിനെ തുടർന്നാണ് രാജിക്കത്തെന്ന് മണക്കാട് സുരേഷ് പറഞ്ഞു. ഹരിയാന വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തിയെന്ന ആരോപണത്തിൽ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കത്ത്. ആരോപണത്തിൽ രേഖാമൂലം പരാതി നൽകണമെന്നാവശ്യപ്പെട്ട് ഹരിയാന സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് കത്ത് നൽകിയത്. ഓം KGF ചിത്രങ്ങളിലൂടെ പ്രശസ്തനായ കന്നഡ ചലച്ചിത്ര നടൻ ഹരീഷ് റായ് അന്തരിച്ചു. ഏറെ നാളായി അർബുദബാധിതനായിരുന്ന അദ്ദേഹം ബംഗളൂരുവിലെ കിദ്വായ് മെമ്മോറിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓങ്കോളജിയിൽ ചികിത്സയിലായിരുന്നു. 55 വയസ്സായിരുന്നു. പ്രണവ് മോഹൻലാൽ രാഹുൽ സദാശിവൻ ചിത്രം ഡേസ് ഈറെ 50 കോടി ക്ലബിൽ. ഒക്ടോബർ 31 ആഗോള റിലീസായി എത്തിയ ചിത്രം 6ാം ദിവസമാണ് ആഗോള കളക്ഷൻ 50 കോടി പിന്നിട്ടത്. കേരളത്തിനകത്തും പുറത്തും ബ്ലോക്ക് ബസ്റ്റർ കുതിപ്പ് തുടരുന്ന ചിത്രത്തിന് ഗംഭീര പ്രേക്ഷക പ്രതികരണവും നിരൂപക പ്രശംസയുമാണ് ലഭിക്കുന്നത്. ഇനി മദ്യപിച്ച് ട്രെയിനിൽ യാത്ര ചെയ്താൽ പിടിവീഴും. പരിശോധന കർശനമാക്കി പോലീസ്. വർക്കലയിൽ കഴിഞ്ഞ ദിവസം ട്രെയിനിൽ യാത്രക്കാരെ മദ്യലഹരിയിൽ സഹയാത്രികൻ തള്ളിയിട്ട സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് കേരള റെയിൽവേ പോലീസിന്റെ പ്രത്യേക സുരക്ഷാ പരിപാടി ഓപ്പറേഷൻ രക്ഷിത ഇന്നു മുതൽ ആരംഭിച്ചത്. US-ലെ ഡെമോക്രാറ്റുകളെല്ലാം കമ്മ്യൂണിസ്റ്റുകളായി മാറുന്നുവെന്നും ന്യൂയോർക്ക് മേയർ സൊഹ്റാൻ മംദാനിക്ക് പദവിയിൽ തുടരണമെങ്കിൽ US ഭരണകൂടത്തെ ബഹുമാനിക്കണമെന്നും ഡൊണാൾഡ് ട്രംപ്. കമ്മ്യൂണിസ്റ്റുകൾക്കും മാർക്സിസ്റ്റുകൾക്കും ആഗോളവാദികൾക്കും ഇപ്പോൾ അവസരം ലഭിച്ചു. ന്യൂയോർക്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നോക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. ജനൈകം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനൈകത്തിന്റെ വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.